കലത്തിൻ്റെ മുകളിൽ മറ്റൊരു കലം വെച്ച് ഇങ്ങനെ ചെയ്താൽ ഇനി ഒരു മാസം ഉപയോഗിക്കുന്ന ഗ്യാസ് നമുക്ക് 3 മാസം ഉപയോഗിക്കാം. ഗ്യാസ് ലാഭം, പണം ലാഭം, സമയം ലാഭം. അപ്പോൾ വിനിയാസ് വീട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം ടിപ്സുകൾ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത്. ഗ്യാസിൻ്റെ വിലയൊക്കെ കുതിച്ചുയർന്നുകൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വളരെയധികം വീട്ടമ്മമാർക്ക് ഉപകാരപ്പെടുന്ന ടിപ്സുകളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴുത്ത് അധികമായി പോയുള്ള ഒരു പഴമാണ്. അപ്പോൾ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ കളയാൻ വെച്ചിരിക്കുന്ന പഴം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലെ പാറ്റയെ തുരത്തി ഓടിക്കാം. പാറ്റ ഗുളികയൊക്കെ വെച്ചാൽ ഒരുപക്ഷെ പാറ്റ നമ്മുടെ വീട്ടിൽ നിന്ന് പോയി അല്ലെങ്കിൽ പാറ്റ നശിച്ചു പോയി എന്ന് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ഒരു പഴം ഉണ്ടെങ്കിൽ നമുക്ക് അനായാസം പാറ്റയെ തുരത്തി ഓടിക്കാം കേട്ടോ. അപ്പോൾ ഇതേ പഴം ഞാൻ കുറച്ചൊന്നിങ്ങനെ ഒടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് നമുക്ക് കഴിക്കാൻ പറ്റാത്ത തരത്തിലായിപ്പോയിട്ടുണ്ട് ഉള്ള പഴമാണേ. ഇത് ഒന്ന് നമുക്ക് ഞെരടിയിട്ടെടുക്കാം. ആദ്യം ഇങ്ങനെ കൈ വെച്ചിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഉടച്ചു കൊടുക്കാം. ഇങ്ങനെ ഉടച്ചതിന് ശേഷം ഇനി നമുക്ക് ഇതിലോട്ടൊരു പാറ്റാഗുളി ഒന്ന് കൈ വെച്ചിട്ടൊന്ന് ഞെരടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്ക് ഈ രീതിക്ക് പാറ്റായെ ഈസി ആയിട്ട് തുരത്താൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പാറ്റാഗുളിയൊക്കെ വെച്ചാൽ ഒരു പക്ഷേങ്കിൽ പാറ്റ ഇങ്ങനെ ഒന്ന് അടുത്തൂടെ വന്നൊക്കെ ഒന്ന് പോകുന്നേ ഉള്ളൂ. അല്ലാണ്ട് പാറ്റ പൂർണ്ണമായിട്ട് നശിച്ചൊന്നും പോകത്തൊന്നുമില്ല. അപ്പം ഇതുപോലെ ഞാൻ നല്ലപോലെ ഒന്ന് അത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി മുട്ടയൊക്കെ പൊട്ടിച്ചിട്ടുള്ള ഇതുപോലത്തെ തോടുണ്ടല്ലോ, മുട്ടയുടെ തോട് എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാനിത് കൂട്ട് കുറച്ചൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ബോട്ടിലിൻ്റെ ക്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുത്താലും മതി. എന്നിട്ടിത് പാറ്റ സാധാരണ കാണാറുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിതിങ്ങനെ വെച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ള വീടാണെങ്കിൽ നിങ്ങളൊന്ന് സൂക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അവരെ അറിയാതെയാണെങ്കിലും ഇതെടുത്ത് കഴിച്ചാൽ പിന്നെ അത് അപകടമാകും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഇതുപോലെ ബോട്ടിൽ ക്യാപ്പിലും കൂടെ ഒന്ന് ആക്കി വെക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പാറ്റകൾ വന്നിത് കഴിക്കും. ആ പഴത്തിൻ്റെ ആ ഒരു സ്മെല്ലും ഒക്കെ അടിച്ചിട്ട് പാറ്റ ഇങ്ങനെ അടുത്തേക്ക് വരും. അപ്പോൾ ഇതിങ്ങനെ അവരുടെ ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ പാറ്റാഗുളിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പാറ്റ നശിച്ചു പോകുന്നതായിരിക്കും. ഇനി വായ്പുണ്ണ് അഥവാ വായിലെ അൾസർ എന്നൊക്കെ കേൾക്കുമ്പോൾ പലർക്കും തന്നെ പേടിയാണ് അല്ലേ. കാരണം ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ സംസാരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരാഴ്ചയോളമൊക്കെ നീണ്ടു നിൽക്കുന്ന ഈ അവസ്ഥയുടെ പ്രധാന പ്രശ്നമാണ് വേദന അല്ലേ. മറ്റു ബുദ്ധിമുട്ടുകളും ഏറെയാണ്. നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. നിസ്സാരമായൊരവസ്ഥയാണെങ്കിലും ഇത് വളരെ ഭീകരം തന്നെയാണ് അല്ലേ. അപ്പം നമുക്കൊരു പാത്രത്തിൽ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് ചൂടാക്കിയിട്ടെടുക്കാം. അപ്പോൾ ഞാൻ ഇത്ര ഉപ്പ് എടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. കരിഞ്ഞൊന്നും പോകണ്ട, എന്നാൽ നല്ലതുപോലെ ഒന്ന് ചൂടാവണം. ഇങ്ങനെ അന്ന് ചൂടായിട്ടൊരു ചെറിയ രീതിക്ക് പുകയൊക്കെ വരുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, അങ്ങനെ നല്ലപോലെ ഒന്ന് ചൂടായി കിട്ടണം. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമ്മളിത് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ചെറു ചൂടുവെള്ളം എടുക്കാം. ഇനി അല്പം ആപ്പിൾ സിഡർ വിനെഗർ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 സ്പൂണോളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഈ വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വായിൽ കവിൾക്കൊള്ളാം. അപ്പം 2-3 ദിവസം ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്യുവാണെങ്കിൽ ഒരു മരുന്നിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് നല്ലതുപോലെ ഒരു മാറ്റം ഉണ്ടായി കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനെ വായ്പുണ്ണ് വന്നിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ വായ്പുണ്ണ് വന്നു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണ്. കാരണം നല്ല വേദനയാണ്, ഫുഡ് കഴിക്കാനും പറ്റത്തില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളെ വളരെയധികം സഹായിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇഡ്ലി മാവാണ് കേട്ടോ. അപ്പോൾ ഇഡ്ലി മാവോ ദോശമാവോ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നറിഞ്ഞാൽ വിശ്വസിക്കുമോ? ഇതേ നമ്മുടെ ശരീരത്തിലെ നിറം വർദ്ധിപ്പിക്കാനും ടാൻ മാറ്റാനും മുഖം തിളക്കമുള്ളതാക്കാനും ഒക്കെ ദോശമാവ് മികച്ച ഒരു പ്രകൃതിദത്ത മാർഗ്ഗമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ. ഇങ്ങനെ ബാക്കി വരുന്ന ദോശമാവ് മുഖത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് ഉണങ്ങിയതിന് ശേഷം കഴുകി കളയുന്നത് നമ്മുടെ ചർമ്മത്തിന് ഒരുപാട് നല്ലതാണ്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദോശമാവ് ഇങ്ങനെ എടുത്തിട്ട് നമ്മുടെ മുഖത്തോ കഴുത്തിലോ ഒക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നന്നായിട്ട് മസാജ് ചെയ്യുക. വൃത്താകൃതിയിൽ 5 മിനിറ്റോളമൊക്കെ മസാജ് ചെയ്യുന്നതാണെങ്കിൽ രക്തോട്ടമൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 15 അല്ലെങ്കിൽ 20 മിനിറ്റ് വരെ നമുക്കിത് ഉണങ്ങാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. അതിനുശേഷം ഇളം ചൂടുള്ള വെള്ളത്തിൽ നിങ്ങളിത് കഴുകി കളയുക. അപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്കിന്നിലെ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് മനസ്സിലാകും കേട്ടോ. അപ്പോൾ ചെറു ചൂടുവെള്ളത്തിലോ തണുത്ത വെള്ളത്തിലോ നിങ്ങൾക്ക് കഴുകാം.
കുഴപ്പമില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ദിവസവും ചെയ്യുന്നത് നമ്മുടെ മുഖത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ നിറം വർദ്ധിപ്പിക്കും. അതുപോലെ തന്നെ മാവിൽ ഉപ്പ് ചേർത്തതിന് ശേഷം ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം കേട്ടോ. ചിലർക്കൊക്കെ അലർജി ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് അറിയിക്കാനായിട്ട് മറക്കല്ലേ. ഇനി വീട്ടിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ അടിഭാഗത്തോട്ടൊക്കെ ഇടയ്ക്കൊക്കെ നോക്കുന്ന ഒന്ന് നല്ലതാട്ടോ. അപ്പോൾ പഴയ കുക്കറൊക്കെ ആണെങ്കിൽ ഇതുപോലെ മഞ്ഞ കളറിൽ അല്ലെങ്കിൽ കറുത്ത കളറിലൊക്കെ ഒരുപാട് അഴുക്കുകൾ എണ്ണയൊക്കെ ഇങ്ങനെ പറ്റി പിടിച്ചിട്ടുണ്ടാകും. ഇതൊന്നും സാധാരണ രീതിയിൽ സോപ്പോ ലിക്വിഡോ ഉപയോഗിച്ച് പെട്ടെന്നൊക്കെ ഒന്ന് കഴുകിയാൽ പോകത്തൊന്നുമില്ല. അതുപോലെ അകഭാഗത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ കളറൊക്കെ മങ്ങിയിട്ട് ഒരുമാതിരി മഞ്ഞ കളർ പോലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ നമുക്ക് ഈസി ആയിട്ടിട്ട് കളയാം. വേറൊന്നും വെച്ചിട്ടല്ല, നമ്മുടെ ദോശമാവ് വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ ഞാനിതുപോലെ കുറച്ച് ദോശമാവ് ഈ കുക്കറിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടേ കൊടുക്കുക. നിങ്ങൾ കുക്കറിൽ മുഴുവനായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. കുക്കർ നല്ല അടിപൊളിയായിട്ടിട്ട് ക്ലീൻ ആയിട്ട് കിട്ടും. സോപ്പോ ലിക്വിഡോ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഞാനിതുപോലെ ഈ കൂടുതൽ കറയുള്ള ഭാഗത്ത് നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ വെക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഒരു സ്ക്രബ്ബറിൻ്റെ പോലും ആവശ്യമില്ല. ചുമ്മാ വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി ഒന്ന് തൂക്കുമ്പം തന്നെ കണ്ടോ ആ ഒരു മഞ്ഞ കളറെല്ലാം ഇളകി വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. അപ്പം ഇനി നിങ്ങൾക്ക് സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ചെയ്യണമെങ്കിൽ സ്ക്രബ് ചെയ്യാം. ഞാനിപ്പോൾ ആ സ്റ്റീൽ ബൂളൊന്നും വെച്ചിട്ട് സ്ക്രബ് ചെയ്യുന്നില്ല. ചുമ്മാ ഇതുപോലൊരു സ്ക്രബ്ബർ വെച്ചിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും കേട്ടോ. അടിപൊളിയല്ലേ എന്ന് നോക്കിയേ, നല്ല സൂപ്പറായിട്ട് ക്ലീൻ ആയിട്ട് ഇത് മൊത്തത്തിൽ ഞാനൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടോ മൊത്തത്തിൽ ആ ഒരു കറയെല്ലാം പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉൾഭാഗത്തെയും ആ ഒരു കറയെല്ലാം നല്ലതുപോലെ നമുക്കിതുപോലെ ക്ലീൻ ചെയ്താൽ പോയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ഒത്തിരി അഴുക്ക് പിടിച്ച എണ്ണമെഴുക്ക് പിടിച്ച പാത്രങ്ങളൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കണം. ഇതിനു വേണ്ടി ഇപ്പോൾ പ്രത്യേകിച്ച് ദോശമാവ് ഒന്നും എടുക്കേണ്ട. നമ്മൾ ദോശമാവൊക്കെ അരച്ച് കലക്കി വയ്ക്കുന്ന പാത്രത്തിൽ അവസാനം ലാസ്റ്റ് ഭാഗത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നൊക്കെ കൂടെ ഒന്ന് വടിച്ച് കൂട്ടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും പ്രയോജനപ്പെടുത്താം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ. നമ്മുടെ ദോശമാവ് ചരിത്രം കഴിഞ്ഞിട്ടില്ല. ഇത് മുടിയിൽ തേച്ചാൽ മുടിക്ക് നല്ല തിളക്കവും ആരോഗ്യവും ഉണ്ടാകും. ഉഴുന്നും ഉലുവയും അതുപോലെ തന്നെ അരിയൊക്കെ ചേർത്തല്ലേ ഈ ദോശമാവ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പുളിപ്പിച്ച ദോശമാവിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ നമ്മുടെ തലമുടിക്കും തലയോട്ടിക്കും ഒക്കെ ഒത്തിരി നല്ലതാണ്. അതായത് ഈ പുളിപ്പിച്ച മാവിൽ വൈറ്റമിൻ B, B12, E എന്നിവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് മുടിയുടെ വേരുകളെ ബലപ്പെടുത്താനും മുടി തഴച്ചു വളരാനൊക്കെ സഹായിക്കും. അതുപോലെ തന്നെ താരനകറ്റാനും. പിന്നെ ഉപ്പ് ചേർക്കാത്ത മാവ് വേണം നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാനെന്ന് മാത്രം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നല്ലൊരു സ്വാഭാവിക കണ്ടീഷണറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മുടിക്ക് നല്ല തിളക്കവും മൃദുത്വം ഒക്കെ നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കല്ലേ. ഇനി അടുത്ത ടിപ്പിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലോട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 2 സ്പൂൺ തേയിലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് തിളപ്പിച്ച് വറ്റിച്ചിട്ടെടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് വെള്ളം എന്നത് 1 ഗ്ലാസ് വെള്ളമാക്കിയിട്ട് നമുക്ക് വറ്റിച്ച് കുറുകിയിട്ടെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു കറ്റാർ വാഴയുടെ ലീഫ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ആ ഒരു ജെല്ലൊന്ന് നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്കിത് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചിട്ടെടുക്കണേ. അപ്പോൾ ഇത് ഞാൻ അടിച്ചെടുത്തുകൊണ്ട് വന്നപ്പോൾ ഇത്രയേ കിട്ടുള്ളൂ. ഇത് മതി. ഇനി നമ്മൾ ഇതും കൂടി ഈ ഒരു തേയില വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഹെയർ ഓയിൽ ഏതാണോ അതൊരു 1 സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചിട്ട് എടുക്കുക കേട്ടോ. ഇത് നല്ലൊരു ഹെയർ ടോണറാണ്. കാരണം ഇത് നമ്മുടെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ കുറച്ച് താരനൊക്കെ കുറച്ച് മുടി നന്നായിട്ട് സമൃദ്ധിയായിട്ട് വളരാൻ സഹായിക്കും. ഇതിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകൾ മുടിയുടെ വേരുകളെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പം നല്ലതുപോലെ ഒന്ന് നമ്മളിതൊന്ന് സ്പ്രേ ചെയ്തിട്ട് തലയോട്ടിയിലേക്കൊക്കെ നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് ഇതൊന്ന് മസാജ് ചെയ്യുക. മസാജ് ചെയ്യുമ്പം തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് പറ്റും. കുറച്ചധികം ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കുകയാണെങ്കിൽ ഒരു 10-15 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാതെ തന്നെ ഇരിക്കും. അപ്പോൾ ഇത് ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ടോണ് തലയിൽ സ്പ്രേ ചെയ്യുക. എന്നിട്ട് വിരലുകൾ ഉപയോഗിച്ച് 5 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്യുക കേട്ടോ. ഇത് കഴുകി കളയേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ രാവിലെ സാധാ വെള്ളത്തിലൊന്ന് കഴുകി കളഞ്ഞാലും മതി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് പുതിയ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഈ കറ്റാർ വാഴയാണെങ്കിൽ തലയോട്ടിലെ pH നിലനിർത്താനും മുടിക്ക് തിളക്കോ ഈർപ്പമൊക്കെ നൽകാൻ സഹായിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.
ഇനി ഇന്നത്തെ ലാസ്റ്റത്തെ ടിപ്പാണ്. അപ്പം അധികം ഗ്യാസ് ചിലവാക്കാതെ നമുക്ക് എങ്ങനെയാണ് ഗ്യാസിൽ വെച്ചിട്ട് ചോറ് വയ്ക്കാൻ നോക്കാം. അപ്പം നമുക്ക് ചോറ് വയ്ക്കാനുള്ള കലം റെഡിയാക്കി വെള്ളമൊക്കെ എടുത്ത് വെക്കുക. അതിനുശേഷം അരി കഴുകി ഇടുക. 2 കലത്തിലും നമ്മൾ വെള്ളം റെഡിയാക്കി വെക്കണം. അപ്പോൾ ഇത് ഞാൻ അരിയൊക്കെ ഒന്ന് കഴുകി ഇട്ടതിന് ശേഷം ആദ്യത്തെ ആ ഒരു കലത്തിൻ്റെ മുകളിലേക്ക് രണ്ടാമത്തെ കലം ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട്. രണ്ടാമത്തെ കലത്തിലൊരു അരക്കലം വെള്ളം കൂടി ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇതുപോലെ കുറച്ച് കഴിയുമ്പോഴേക്കും ചോറൊക്കെ ഒന്ന് തിളച്ച് വരും. ഇങ്ങനെ തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കൊന്ന് നോക്കാം കേട്ടോ. ഇതുണ്ടോ, നല്ലപോലെ ഒന്ന് തിളച്ചൊന്ന് വന്നിട്ടുണ്ട്. ഇനി ഒരു 3-4 മിനിറ്റ് ഒന്ന് തിളച്ചാൽ മതി. 3-4 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കിനും നമുക്ക് വീണ്ടും ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്ത് ഒരു അരമണിക്കൂറോളം, ഇത് ജയ റൈസാണ് അതുകൊണ്ട് തന്നെ അല്പസമയം എടുക്കും, അരമണിക്കൂർ ഒന്ന് ഓഫ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മുടെ രണ്ടാമത്തെ കലം വെച്ചിട്ട് തന്നെയുണ്ട്. ആ കലത്തിലെ വെള്ളം ഇപ്പോൾ ഏകദേശമൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ആ കലത്തിലെ വെള്ളത്തിൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ചോറ് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പം കഞ്ഞിവെള്ളമൊക്കെ കുറുകി പോകുമല്ലോ, ചില അരിയുടെ അനുസരിച്ചിട്ട് കഞ്ഞിവെള്ളം കുറുകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വെറുതെ പച്ചവെള്ളം കോരി ഒഴിക്കാതെ കണ്ട് ഇതുപോലെ ചൂടുള്ള വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇത് നോക്കി, എൻ്റെ ചോറിന് അധികം ആ ഒരു വെള്ളം അങ്ങനെ കുറുകി വന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് ഈ വെള്ളത്തിൻ്റെ ആവശ്യം വന്നിട്ടില്ല. ഇപ്പം നിങ്ങൾ നോക്കിയാൽ ഈ ചോറൊന്ന് വെന്തിട്ടുണ്ട്. നമ്മളപ്പം ഫ്ലെയിം ആകെപ്പാടെ കഞ്ഞി തിളയ്ക്കുന്ന ആ ഒരു സമയത്ത് മാത്രമേ നമ്മളിത് ഗ്യാസ് ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി സമയം നമ്മളിത് ഓഫ് ചെയ്ത് വെച്ചേക്കായിരുന്നു. ആ ഒരു കലത്തിൻ്റെ ചൂടും കൊണ്ടാണ് നമുക്ക് ഈ ചോറിങ്ങനെ വെന്ത് കിട്ടിയേക്കുന്നത്. ഇനിയിപ്പം നമ്മൾ ചോറൊന്നും കൂടി നമുക്ക് തിളപ്പിക്കാം. ഒന്നുകൂടെ ഈ ഒരു ചോറ് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം നമുക്ക് വെന്ത് കറക്റ്റ് ആ ഒരു വേവ് കറക്റ്റായി തീരും. ഇനി നമുക്കിത് വാർക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നമുക്ക് അടിപൊളിയായിട്ട് ചോറ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ വെള്ളം മുകളിൽ വെച്ചിരിക്കുന്ന കലത്തിലെ വെള്ളം നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ വെള്ളം നമുക്ക് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാം. നമ്മൾ വീട്ടിലെല്ലാവരും വെള്ളമൊക്കെ തിളപ്പിച്ചല്ലോ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ചൂടിൽ തന്നെ നിൽക്കുന്നത് കൊണ്ട് ഇനി അധികം ഗ്യാസ് ചിലവാക്കേണ്ടി വരത്തില്ല ഈ വെള്ളം തിളപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഗ്യാസൊക്കെ ഒരുപാട് ചിലവാക്കാതെ കണ്ട് നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇപ്പം പാചകവാതകത്തിന് വളരെ വില കൂടുതലാണ്, അറിയാമല്ലോ നമുക്ക്. അപ്പോൾ ഇങ്ങനെ ഇനി ആരെങ്കിലും ചോറ് വയ്ക്കുന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചോറ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഗ്യാസും പണവും സമയവും ലാഭിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.